ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ഒരേ ടോപ്പിക്കിനെ കുറിച്ച് ലക്ഷക്കണക്കിന് വീഡിയോസ് ആണ് ഒരു ദിവസം ഇറങ്ങുന്നത്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിക്കവറി. അതിനെക്കുറിച്ച് ആരും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു മനുഷ്യൻ ഹെൽത്തി ആയിട്ട് ജീവിച്ചിരിക്കണമെങ്കിൽ സ്ലീപ്പിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ സ്ലീപ്പിംഗ് എന്താണെന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലാകത്തുള്ളൂ. ഒരു സ്ലീപ്പ് സൈക്കിൾ എന്നത് 90 to 120 മിനിറ്റ്സ് ആണ്. സ്ലീപ്പ് സൈക്കിളിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. NREM സ്ലീപ്പ് എന്നും REM സ്ലീപ്പ് എന്നും. NREM സ്ലീപ്പ് എന്നാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. NREM സ്ലീപ്പിന് 3 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1 ലൈറ്റ് സ്ലീപ്പ്. നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുക എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു അവസ്ഥയാണിത്. ഈ സമയത്ത് നമ്മുടെ ബോഡി റിലാക്സ് ആയി തുടങ്ങുന്നു, അതുപോലെ നമ്മളുടെ മസിൽസും റിലാക്സേഷനിലേക്ക് വരുന്നു. സ്റ്റേജ് 2 ഈ സമയത്താണ് നമ്മുടെ ബോഡി ഡീപ്പർ റിലാക്സേഷനിലേക്ക് പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു, അതുപോലെ ബോഡി ടെമ്പറേച്ചറും കുറയുന്നു, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയും പതുക്കെ സ്ലോ ഡൗൺ ആവുന്നു. സ്റ്റേജ് 3 ഈ സമയത്തായിരിക്കും ബോഡി ഏറ്റവും കൂടുതൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് കിടക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഒരാളെ കുലുക്കി വിളിച്ചാൽ പോലും ആൾ എണ്ണീക്കില്ല. നമ്മുടെ മസിലും ടിഷ്യൂസും ബോണും ഒക്കെ റിക്കവർ ആക്കുന്നത് ഈ സമയത്താണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ സ്ട്രെങ്തൻ ചെയ്യാനും ബോഡി ഈ സമയം യൂട്ടിലൈസ് ചെയ്യുന്നു. അടുത്തത് REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ഈ ഉറക്കം പ്രധാനമായിട്ടും നമ്മൾ